ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങുകയാണ്. നമുക്ക് ഒരുപാടധികം സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. നസീർക്ക, പ്രചോദേട്ട, ഷാജു ചേട്ടാ, സ്വാഗതം. എന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉഷാറാക്കല്ലേ? അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് പൊളിക്കുന്നതിനോടൊപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസിനെ സ്വാഗതം ചെയ്യാം. തൃശൂർ, ചാവക്കാട്, പുന്നയൂരിൽ നിന്ന് വന്നിട്ടുള്ള മഹിളാ അസോസിയേഷനിലെ മെമ്പേഴ്സും അവരുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെയാണ്. ഹലോ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഒരു തകർപ്പൻ സ്കിറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ശ്യാം തൃക്കുന്നപ്പുഴ, മനോജ് വലഞ്ചുഴി ആൻഡ് സുമി ചേച്ചി. കുറെ പൊടികളും ഉണ്ട്. ഇത് എല്ലാം ഇവിടെ കിടക്കും, എല്ലാം ഇവിടെ കിടക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ തൂത്തുവാരിയിടാത്തത്, എന്താ ഈ ഉടുപ്പൊക്കെ അടുക്കി പറക്കി വെക്കാത്തത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അതെനിക്ക് മടിയുള്ള കാരണം ഒന്നുമല്ല, മനഃപൂർവ്വം ചെയ്യുന്നത്. എന്താണെന്നറിയാവോ? ഇത് ഞങ്ങളുടെ വീടല്ല, വാടകയ്ക്ക് താമസിക്കുന്ന വീടാ. 3 ദിവസത്തെ വാടക കൊടുക്കാനും ഉണ്ട്. പിന്നെ അവിടുത്തെ അപ്പച്ചൻ ഞങ്ങൾക്ക് ഈ വാടക വീട് തന്നേക്കുന്ന ആളുണ്ടല്ലോ, ഇച്ചിരി പാവം. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചെന്നൊക്കെ അങ്ങ് പോകുന്നു. എൻ്റെ ഒരു കെട്ടിയവനുണ്ട്, യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, ഒരു പണിക്കും പോകത്തില്ല, നല്ല തണ്ടും തടി. പുള്ളിയുടെ തടിയെക്കാട്ടി കൂടുതൽ പുള്ളിക്ക് മടിയാ. ഇന്ന് രാവിലെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. വായി നോക്കാൻ പോയതാണോ പണിക്ക് പോയതാണോ ആർക്കറിയാം. അയ്യോ, എന്താ അനങ്ങാതിങ്ങി വന്നത്? പച്ചക്കറിയോ? പച്ചക്കറിയോ? പച്ചക്കറി മേടിക്കാൻ അവിടുന്ന് പൈസ? അതെന്താന്നറിയാടേ, ഞാൻ ആ ഹോൾസെയിൽ പച്ചക്കറി കടയില്ലേ, ആ കാതകാക്കാടെ, ഞാൻ അതിലേക്ക് പോയപ്പോ കാണാം ഈ ചെറിയ ഡാമേജ് ഉള്ള പച്ചക്കറി പുള്ളി വേസ്റ്റിനകത്തോട് കൊണ്ട് തട്ടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നന്നായിരിക്കും, ആ പോത്തിന് കൊടുക്കാനാന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്ന നീ എരുമയ്ക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ് മേടിച്ചാൽ മതിയായിരുന്നു. എന്നാടി കൊണ്ടുപോയി. എന്തൊരു കഷ്ടമെന്ന് പറയുന്നത്. ഞായറാഴ്ചയാ മീൻ മേടിച്ചോ? ഇറച്ചിയുണ്ടല്ലോ, ചിക്കനുണ്ട്. ഇതെവിടെ കിട്ടി? പൈസ കൊടുത്ത് മേടിച്ചു. അതിനെവിടുന്ന പൈസ? നിങ്ങൾ പണിക്ക് പോകത്തില്ല മനുഷ്യൻ, നിങ്ങൾക്ക് എവിടുന്ന പൈസ? എടി ഞാൻ രാവിലെ ബിവറേന്റെ അവിടെ പോയി നിൽക്കുവോ, ക്യൂവിന് നിൽക്കുവാണേ. എനിക്ക് അടിക്കലേ ഭയങ്കര അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ ബിവറേന്റെ അവിടെ പോയി ഞാൻ രാവിലെ ക്യൂ നിൽക്കുവാ. ഞാൻ ഏറ്റവും പറയില്ല 3 പേര് കഴിഞ്ഞാൽ എനിക്ക് സാധനം കിട്ടും. അപ്പൊ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ കാണാൻ പുറകോട്ട് നിൽക്കുന്നവന്മാർ എന്നോട് ചോദിച്ചു, ചേട്ടാ ഒരു സാധനം മേടിച്ചു തരുമോ? നമ്മുടെ പൈസ ഇട്. അടുത്തവൻ ചേട്ടാ ഒരെണ്ണം മേടിച്ചു തരുമോ? അങ്ങനെ ഇവന്മാരുടെ സാധനം മേടിക്കാണ്ട് പൈസ മേടിച്ചിട്ട് ഇവന്മാർ കാണാതെ അപ്പുറത്തോടെ മതിയാടി ഓടി ആ പൈസ കൊണ്ട് നേരെ അവിടെ കൊടുത്തു. ഇത് ഞാൻ നോക്കിയ ബിസിനസ് കൊള്ളാം. ഞാനിപ്പോ നാളെ അത് തന്നെ ചെയ്യാനുള്ള പ്ലാനിങ്. അത് എന്റെ പൊന്നു മനുഷ്യനെ, നിങ്ങൾ ഇനി ആ ഭാഗത്തോട്ട് പോയ ആൾക്കാരെല്ലാം കൂടെ നിങ്ങളെ മൂടി, നിങ്ങൾ തിരിച്ചറിയത്തില്ല. പിന്നെ വിവരമായി വരുന്ന ഏതെങ്കിലും ഒരുത്ത ഇങ്ങനെ നിൽക്കുവോ? ആരെങ്കിലും മുഖത്ത് നോക്കി ഇങ്ങനെല്ലാം നിൽക്കൂ, ആരെങ്കിലും കാണുന്നുണ്ടോ ഇങ്ങനെ? അങ്ങനെ അപ്പൊ എന്നെ കാണുന്നില്ല. നമ്മൾ ചെരിപ്പിട്ട് അവന്റെ കാലേ ചവിട്ടിയപ്പോ ഒരു കോരി തന്നെ ചുമ്മാ ചേട്ടാ അങ്ങനെ നോക്കത്തില്ല. സാധനം മേടിക്കണം, ഈ ലക്ഷ്യമല്ലേ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് ഞായറാഴ്ച അപ്പച്ചൻ പള്ളിയിൽ പോയിട്ട് ഇനി വരും. പൈസ കൊടുത്തോണം. 4 മാസത്തെ വാടക കൊടുക്കാനുള്ളത്. നിങ്ങളെ കാണാനിരിക്കും അച്ചായനെ. അതിനിപ്പോ എന്തുവാ? ഇന്നലെ ഞാൻ കണ്ടല്ലോ, ജംഗ്ഷനിൽ വെച്ച് അച്ചായനെ കണ്ടല്ലോ. അച്ഛൻ നിങ്ങളോടൊന്നും ചോദിച്ചില്ലയോ? എന്തോ ചോദിക്കാനോ? അച്ഛൻ എന്നെ നോക്കുന്നതിന് മുമ്പ് ഞാൻ മാറിക്കളഞ്ഞല്ലോ. അച്ഛൻ കാണുന്നതിന് മുമ്പ് ഞാൻ മാറിക്കളയും. ഈ വൈൽഡ് ഫോട്ടോഗ്രാഫർമാർ ഇങ്ങനെ ആനിമലിനെ നിരീക്ഷിച്ച് ഫോട്ടോ എടുക്കാതിരിക്കത്തില്ലേ, അതുപോലാണ് ഞാൻ അച്ഛനെ നിരീക്ഷിക്കുന്നത്. ഞാനിങ്ങനെ അച്ഛനെ നോക്കിയിരിക്കും, അച്ഛനെ നോക്കുമ്പോൾ മാറിക്കളയും. അതുപോലാണ്, മനസ്സിലായോ? സത്യം പറയാമല്ലോ, ഞാൻ അവരുടെ വീട്ടിൽ പോയി എന്തെങ്കിലും ചെപ്പടി വിദ്യയും ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തതുകൊണ്ട് അവരിങ്ങനെ നമ്മളോട് ഇങ്ങനെ കട്ടം തിട്ടോ ഒന്നും പറയാത്തത്. ഇന്നലെയാണെങ്കിൽ അപ്പച്ചൻ എന്നെ കണ്ടിട്ട് വാ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. നീ അങ്ങോട്ട് ചെല്ലുന്നതിനെന്തോ വാവാന്ന് വിളിക്കുമ്പോ? വാവാന്നാണോ അതോ വാടകയ്ക്കാണോ വിളിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ ചേട്ടാ. ചെല്ലണമെന്ന് ചെന്ന് കുഴപ്പമില്ല, അച്ഛനോട് ഞാൻ പറയും. ഞാനല്ല, നിങ്ങൾ അങ്ങോട്ട് ചെല്ലണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കുരുമുളക് അങ്ങോട്ട് പറിച്ചു കൊടുക്കണമെന്ന് പോലും. പിന്നെ അവന്റെ അച്ഛനെ കുരുമുളക് പറിക്കാതിരിക്കുവാ ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന അവനെ വീട് വരെ അയക്കാൻ എന്നെ കൊണ്ട്. ഇവിടെ ഒന്നും പൈസ കൊടുക്കാൻ താമസിക്കില്ല, അങ്ങോട്ട് ചെന്ന് പറിച്ചു കൊടുത്താട്ടെ. കുരുമുളക് പറിക്കാൻ ഞാൻ കേറാം, നിന്റെ അച്ഛൻ വന്നെ താഴോട്ട് ഇറക്കൂ. പിന്നെ ഇതിന് മുന്നേ കയറിയതോ? വെറ്റക്കുറിയാ ചുരുണ്ട് കിടക്കും. നിന്നാലും അങ്ങനെ ആയിരുന്നെന്ന്. അതല്ലേ എപ്പോഴും ചെന്ന് വീട് വരെ ചെയ്ത് കൊടുക്കാൻ കുഴപ്പമില്ല. അച്ഛൻ വന്നാൽ ഞാൻ പറഞ്ഞാ പോരെ. അച്ഛായൻ കണ്ണടയ്ക്കും, പക്ഷെ അമ്മാമ്മ അങ്ങനല്ല. അമ്മമ്മ ഇച്ചിരി ഗെയിം, അമ്മമ്മ കണ്ണടക്കത്തില്ല. അമ്മമ്മ ആര് പറഞ്ഞു? ഈയിടെ ഞാൻ കണ്ട് തീരെ വയ്യ, ഉടനെ കണ്ണടയ്ക്കും. ഞാൻ എവിടെല്ലാം നേർച്ചയിടണമെന്നറിയാം. ഈ പൈസ ഈ വാടക പൈസ പറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ അങ്ങ് മര്യാദക്ക് അങ്ങ് നിന്നാ പോരായിരുന്നു. അന്നേരം ഒക്കത്തില്ല. നിങ്ങൾ വയറ് തള്ളി തള്ളി ഇപ്പൊ ബാക്കിലാക്കി ഞാൻ ഈ ചന്തയും വയറുമായിട്ട് ഇങ്ങനെ 2 എണ്ണം മുടച്ചിരിക്കൂലടി. അതിന് തള്ളി തള്ളി വെളിയിലാക്കണം തരുവേല. എടി ഞാൻ അച്ചായൻ വരുമ്പോ ഞാൻ കൊടുക്കുമെന്ന്. ഞാൻ അച്ചായൻ വരുമ്പോ ഞാൻ പറഞ്ഞാ പോരാ അച്ചായനോട്. അതിനുള്ള ടെക്നിക്കൊക്കെ എന്റെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. എന്റെ വീട്ടിൽ അച്ഛൻ എന്തോ കാര്യമായിരുന്നു നിങ്ങൾക്ക്. നിങ്ങളോട് എന്തോ നല്ല സ്നേഹമല്ലായിരുന്നു. അവിടെ അങ്ങ് നിന്നാ പോരായിരുന്നു നിങ്ങൾക്ക്. അച്ഛന്റെ സ്നേഹമൊന്നും എന്നോട് പറയണ്ട. നിന്റെ അച്ഛന്റെ ചൊറിയ സ്വഭാവം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തോ എന്റെ അച്ഛന്റെ ചൊറിയ സ്വഭാവം? ഇല്ല, അച്ഛൻ എന്തോ ആഗ്രഹമായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാല് കാണണമെന്ന്. എടി അങ്ങനെ വേണമെങ്കിൽ നമ്മൾ നിന്റെ വീട്ടിൽ പോയിക്കുമ്പോൾ നിന്നെ നിന്റെ അമ്മയോടോ കിടത്തിയിട്ട് നിന്റെ അച്ഛൻ എന്റെ കൂടെ വന്ന് കിടക്കരുതെന്ന് പറയണം.
മനസ്സിലാ ആ വള്ളിക്കെട്ടിലെ ഞാനിങ്ങനെ ഞാരി കിടക്കുവാ രണ്ടുപേരും ഇവിടെ. അറിയാം ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വാടക വീട്ടിൽ കിടക്കുന്നതും പൈസ കൊടുക്കാതെ താമസിക്കുന്നതും ഒക്കെ നമ്മളേ ഉള്ളൂ. എടി നമ്മൾ മാത്രമല്ല വർഷങ്ങളായിട്ട് വാടക കിടക്കുന്നവരുണ്ട്. ആര്? വടക്കൻ തെന്നൽ. അതാരത്? കേട്ടിട്ടില്ലേ? വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. പിന്നെ അന്ന് ഇത്ര വാടകയില്ല ഈ കാലഘട്ടമല്ല. വിശക്കുന്നുണ്ടല്ലയോ? എനിക്ക് നല്ലതായിട്ട് വരുന്നേ. ഞാൻ ഉള്ളി അരിഞ്ഞു തരണോ? ഞാൻ വേണ്ട വേണ്ട, അല്ലാതെ ഞാൻ കറിയുന്നേ ഉണ്ടല്ലോ. ഞാൻ എന്നെ വലിയ പരിചയമില്ല ആർക്കും ഇല്ലയോ? ഞാൻ അടിവാരത്തിൽ ഫിലിപ്പ്. എന്റെയാണ് ഈ പഴയ വീട്. ഞങ്ങൾ അച്ഛനുണ്ടാക്കിയ വീടായത്. അപ്പം ഞങ്ങളത് താഴെ പുതിയ വീട് വെച്ചപ്പം ഞങ്ങളിത് കുറച്ചങ്ങൾ അടച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ അടച്ചിട്ട് കുറച്ചങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഭയങ്കര ബഹളം കേട്ടു. നമ്മൾ നോക്കിയപ്പം എൻ്റെ അച്ഛനെന്ന കസേരയിൽ ഒരു മരപ്പെട്ടി അതിൻ്റെ ഭാര്യ കിട്ടുന്നത് സൂഹിക്കുന്നു. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുക, ഞാനും പെണ്ണുമ്പിള്ളേരിക്കുന്നത് ചോദിക്കാതെ ഒന്ന് കയറി എന്തിനാണെന്നും. ഇറങ്ങിപ്പോടാൻ മരപ്പെട്ടി എന്ന് പറഞ്ഞ് ചാടിക്ക് വിട്ടിട്ട് തൂത്തുവാരി വൃത്തിയാക്കി ഈ പിള്ളേർക്ക് ഞാൻ വാടകയ്ക്ക് കൊടുത്തു. കാരണം എനിക്ക് ഈ പിള്ളേരോട് വാടക ചോദിക്കാൻ ഭയങ്കര മടിയാണ്. കാരണം എനിക്ക് ഒരുപാട് സ്വത്തുക്കളുള്ള ആളല്ലേ ഞാൻ. അപ്പൊ അങ്ങനെ ഇപ്പം എന്റെ പെണ്ണുമ്പിള്ള ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ അർക്കി സാധനമാണ് അവള്. തേഞ്ഞു പോകുന്ന പറഞ്ഞിട്ട് കണ്ണിലെ കൃഷ്ണമണി പോലും അവൾ ആട്ടത്തില്ല. അത്രയും ടൈപ്പാണ് അവള്. ഞങ്ങളുടെ പട്ടിക്കൂട്ടി കിടക്കുന്ന പട്ടിയോട് പറഞ്ഞാൽ അവള് വാടക ചോദിക്കും. ഈ പട്ടിക്ക് വാടക കൊടുക്കാൻ വെച്ചിട്ട് ആ പട്ടി കൊണ്ട് തേങ്ങ വരെ തിരുമിക്കുക. എന്നിട്ട് അവളെ കൊണ്ട് പറഞ്ഞു വാടക പോയി ചോദിക്കണം. പിള്ളേർ വരുമ്പോൾ എന്നെ വഴക്ക് പറയും, വാടക പോയി നിങ്ങൾ ചോദിക്കണം എന്ന് പറയും. സത്യം പറയുക, എനിക്ക് ഈ പിള്ളേരോട് വാടക ചോദിക്കുന്നത്, ഈ പാമ്പിടിച്ച പിള്ളേരോട് വാടക ചോദിക്കുന്നതൊക്കെ നമ്മൾ ഇത്രയും പാമ്പിടിച്ചോട്ടെ കണ്ണീരൊപ്പുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്കത് വാങ്ങിക്കാതെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവളെന്നെ കൊല്ലും. അതുകൊണ്ട് എനിക്ക് ഇവരെ ഈ വാടക വാങ്ങിക്കണമല്ലോ. വാങ്ങിച്ചോണ്ട് പോകണം എനിക്ക് പോകാനൊക്കെ. കാരണം ഞാൻ ഇത്രയും കാണിച്ചെന്താ ചോദിച്ചു കഴിഞ്ഞാലേ, ഇവിടെ കെട്ടിയിറങ്ങിട്ട് ഇറങ്ങി വന്നവർ ഞാൻ കണ്ണുകൂടാന്നൊക്കെ തുടങ്ങും. എനിക്കൊന്നും പറയാൻ അവസരം തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൊച്ചുങ്ങളെ അയ്യോ, നീ അപ്പച്ചെന്ന് വിളിച്ചാ അപ്പം ചവച്ചതാ. അല്ല, പള്ളി പോയില്ലായിരുന്നു ഇന്ന്. ഇന്ന് പള്ളിയിൽ പോയില്ലേ കൊച്ചേ? അതെന്താ പറ്റി? സാധാരണ പള്ളി പോന്നെയാണല്ലോ. ഞാൻ ഡ്രൈവർ വന്നില്ല. മൂക്കൊക്കെ പെരുത്തു പോയി ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോ. അപ്പച്ചനും കാർ എടുത്തോണ്ട് പോയിക്കൂടായിരുന്നോ? ഞാൻ വിചാരിച്ചു രാവിലെ കാർ എടുത്തോണ്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിട്ട് മറ്റേ കുന്തത്തെ ഞെക്കിപ്പോ കാറ് സമ്മതിച്ചില്ല. റിമോട്ടല്ലോ? ആ റിമോട്ട് ഒരു ഞെക്കി വെക്കുമ്പോ കാറ് പറയാ. അയ്യോ അയ്യോ, അത് റിമോട്ട് ഓൺ ചെയ്യുമ്പോ അങ്ങനെ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ അത് എനിക്കറിയത്തില്ലല്ലേ. അവൻ വന്ന അപ്പുറത്തിരിക്കും, ഞാൻ ഇവിടെ നിന്ന് ക്രോസ് ബെൽറ്റും കെട്ടിയിരുന്നിട്ട് അവിടെ ചവിട്ടടാ ഇവിടെ ചവിട്ടടാന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഓടിക്കുന്നില്ലയോ? എനിക്ക് ഹാൻഡ് ബ്രേക്ക് പിടിച്ച് വലിക്കണം എന്ന് പറഞ്ഞ് കൈ പിടിച്ച് ഓടിച്ചോടിച്ചാണവൻ. അവനെനിക്ക് മാറ്റണം. അതങ്ങനെ. അമ്മമ്മ എന്തി? അമ്മമ്മ അയ്യോ, അവള് രാവിലെ നടന്നു പോയിട്ടുണ്ട് പള്ളിയിൽ. അയ്യോ, കൂടെ പോയിക്കൂടായിരുന്നോ? കൂടെ നടന്ന് വഴക്കൊണ്ടാക്കിട്ട് വേണം ബൈബിളിന്റെ മൊന വെച്ചവളെ ഞാൻ കുത്താൻ. അങ്ങനെ അവള് പോട്ടെ. അവളെ വന്നെത്തി എനിക്കറിയാലോ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്താ പറ്റി ഇങ്ങോട്ടും വരാൻ? നീ ഞാൻ വീട്ടിൽ വന്നായിരുന്നില്ലേ? ഞാൻ വീട്ടിൽ വന്നായിരുന്നു. നിങ്ങൾ അവിടെ ഇല്ലായിരുന്നല്ലോ. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു മരണത്തിന് പോയായിരുന്നു. ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു. ആരായിരുന്നത്? ആരെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൊച്ചത്തിന്റെ ചെറിയത്തിന്റെ ഒരു വലിയതള്ളായിരുന്നു മരിച്ചു പോയത്. ചടങ്ങെല്ലാം കഴിഞ്ഞോ? ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. കാരണം അപ്പം ഇതൊക്കെ പൊതി ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റോണ്ട് ഞങ്ങൾക്ക് ബോധിക്കാം. ശരി. അല്ലല്ല, അതിരിക്കട്ടെ. ഞാൻ അവിടെ വന്നപ്പോ നിങ്ങൾ ഇല്ലായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വന്നെന്ന് അറിഞ്ഞത്? ഞാൻ തെക്കേപ്പുറത്ത് 2 തേങ്ങ വെച്ച് തിരിച്ചു വന്നപ്പോ അത് കാണാനില്ലായിരുന്നു. തേങ്ങ അവിടെ വെറുതെ കിടക്കുമല്ലായിരുന്നോ? അതുകൊണ്ടാണ് എടുത്തത്. പക്ഷെ ആ തേങ്ങ വെറുതെ കിടക്കാതെ അവിടെ നിന്ന് ചീട്ട് കളിക്കാൻ പറ്റുമോ അതിന്? അല്ല, സത്യം പറയാലോ ചായ, ഇന്നലെ ആ തേങ്ങ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ വിശപ്പടങ്ങിയത്. തേങ്ങ അന്ന് വിശപ്പടക്കാൻ നീ തൊടി മലയണ്ണാനാന്ന്. എന്തോ തമാശയാണ് ആലോചിച്ചാണ് കേട്ടോ. അറിയാലോ കാര്യങ്ങളൊക്കെ അറിയാലോ. ചെറുക്കനും ചെയ്യാതെ ഉണ്ട് ഇറച്ചി കഴിക്കുന്നത്. ഇറച്ചിരിക്കും. പനിയാണെങ്കിൽ അവനെ ആശുപത്രി കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ല. ഉണ്ടായിരുന്ന ഗുളിക ഞാൻ കൊടുത്തു. ഒരെണ്ണം പുള്ളിക്ക് കൊടുത്തു, ഒരെണ്ണം ഞാനും തിന്നു. എന്തേലും തിന്ന് വിശപ്പടക്കണ്ടായോ? ഒന്നുമില്ല. ഓ, സത്യം പറഞ്ഞാലേ എനിക്ക് നിന്റെ മുഖത്ത് നോക്കി ചോദിക്കാനൊരു ബുദ്ധിമുട്ട്. അവനെ വിളിക്കാൻ സംസാരിക്കാം. ഇല്ല പറഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞോളാം. ഇല്ല, നീ ഏറ്റവും വെടി അതിന്റെ മുഖത്ത് നോക്കി അടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിളിക്കാം. ചേട്ടാ ഞാൻ ഈ വാടക വീടൊക്കെ തന്നല്ലോ. നേരത്തെ അതിനകത്ത് മരപ്പെട്ടിയോ അല്ല വൃത്തിയായിട്ടാ ജീവിച്ചത്. നീ ഇതിലെ വരച്ചു വരി അത് ഇന്ന് രാവിലെ എഴുന്നേക്കാൻ ഇച്ചിരി താമസിച്ചു. അത് ഇന്നലെ കിടക്കാൻ താമസിച്ചു. ഉറക്കം വരണ്ടായോ? ഓരോന്നിങ്ങനെ ആലോചിച്ച് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു. അതെ, അവനോട് തട്ടി നിൽക്കുവായിരുന്നു മുന്നോട്ട് പോകുന്ന പറഞ്ഞത്. എന്നാ ഇനി വിളിക്കട്ടെ. ലെങ്ക് കുറവാകും. അയ്യോടി അച്ചായനായിരുന്നോ? നീ പിന്നെന്താ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു വാതൊക്കെ ഇങ്ങനെ പഞ്ഞിക്കാ പൊട്ടിത്തെറിച്ച് കിടക്കുമായിരിക്കും.
അച്ചായനെ കണ്ടിട്ട് എത്ര നാളായോ? അയ്യോ അയ്യോ എത്ര നാളായി അച്ചായനെ ഒന്ന് കണ്ടിട്ട്. അച്ചായനെ കാണട്ടെ, ഞാനൊന്ന് കാണട്ടെ എന്റെ അച്ചായൻ. എത്ര നാളെ നീ എന്നെ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ നോക്കുമ്പോ എന്നെ കാണുമ്പോ നീ ഓടുവല്ലോടാ. അതെന്തറിയോ, ഞാൻ അച്ചായനോട് എന്തായാലും ഒന്ന് പറയാനായിട്ട് വരും, ഇടയ്ക്ക് ആരെങ്കിലും കയറി വരും. നിന്റെ വായിക്കാത്തോട്ടോ ഇത് എന്നെ കാണാൻ ആരെങ്കിലും കയറി വരും, പിന്നെ അമ്മാരുമായിട്ട് അങ്ങനെ ആ വഴിക്ക് പോയി അങ്ങനെ അതാണ്ട് പിന്നെ എന്തോണ്ട് വിചാരിച്ചാൽ എടാ വിശേഷം എന്ന് പറയാ കൊച്ചേ, നിങ്ങളിപ്പോ ഒരു 4-5 മാസമായില്ലയോ വടക്കേപ്പുറത്തല്ലേ എന്തോ തെങ്ങ് ഞാൻ നീക്കുന്ന അതിന്റെ കാര്യമാണെന്നോ പറയുന്നത്? വടക്കേപ്പുറത്തെ തെങ്ങിന്റെ കാര്യമല്ല പറഞ്ഞത്. എടാ 3-4 മാസമായിട്ട് നിങ്ങൾ എനിക്ക് ആ വസുമതി ചേച്ചി പറഞ്ഞ ആ തെങ്ങ് അങ്ങോട്ട് നിൽക്കുന്ന അത് വെട്ടി കൊടുക്കാൻ, അത് വെട്ടിക്കോ, അച്ചാൻ വെട്ടിക്കോ. എടാ വസുമതി പറഞ്ഞ കാര്യമല്ല, അവളെ ഞാൻ നീക്കുന്ന കാര്യം പോട്ടെ. അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അവൾ എന്നോട് ഞാനത് ചോറിനോട്ട് കയറി വരാന്ന് വെച്ചപ്പോ അവള് പറഞ്ഞു വാഴയിലേക്കകത്ത് വെട്ടി അതല്ലേ അടകത്ത് പറയാൻ വാ വെക്കുമ്പോ ഇവൻ അതൊക്കെ ഇത് പറയുമല്ലോ, ഇവൻ അതൊക്കെ പിടിച്ച് പോകാം. എടാ ഞാൻ കുറച്ചാളായിട്ട് ഇവിടെ കയറി 6 മാസം നീ എന്റെ വീടിന്റെ പൂടക തന്നിട്ട് ഞാൻ വാ പറയുമ്പോ നീ വായ കയറി പിടിക്കല്ലേ, ഞാൻ പൂടെ കയറി പിടിച്ചത്. വാടക തരണമെന്ന് അവള് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു മരണമൊക്കെ ഉണ്ടായില്ലയോ? അതെ ഞാൻ ആരാ മരിച്ചേ? നമ്മളെ ഒരു മാമി ഉണ്ടായിരുന്നു, ഒരു ആറ്റിക്കുള്ള ഒരു മാമി ഉണ്ടായിരുന്നു. ആറ്റിക്കുള്ള മാമി മരിച്ചു, വകയിലെ ഒരു മാമിയാ. അങ്ങനെ പോകാതിരിക്കാൻ പറ്റാത്തൊരു നമ്മുടെ ബന്ധുക്കാർ മരിക്കുമ്പോൾ നമ്മൾ പോകണം. അതെ അതെ അതെ, എന്നാലും നീ ആവുമ്പോ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. അല്ല അങ്ങനെ എനിക്ക് അവിടെ പോകാതിരിക്കാം, മാമനും ഒക്കെ ആയിട്ട് അത്ര ബന്ധത്തിൽ കിടക്കുന്നു. മാമിയല്ലേ പാവല്ലേ, അപ്പൊ അങ്ങോട്ട് പോകണം. അതൊക്കെ പോയിട്ട് വന്നപ്പോ അതാണ് കഴിഞ്ഞ ആഴ്ച. അത് അച്ചായനോട് പറയാനാണെങ്കിൽ ആ പൈസ ഒപ്പിച്ചതേ കടം മേടിച്ചിട്ട് പണിക്ക് പണിയൊന്നുമില്ല ചായ. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ മറ്റേ രാജൻ മേച്ചരിയോടെ ഞാൻ കണ്ട ഇത് പോവായിരുന്നു മൈക്കാട് പണിക്കേ. നമ്മൾ ജോലി ചെയ്യണമല്ലോ, പണിക്ക് കൊടുത്തൊരു ജോലി ചെയ്യണ്ടായോ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു കല്ല് എടുക്കുമ്പം അപ്പുറത്തേക്കുന്ന ഹിന്ദിക്കാരൻ 2 കല്ല് എടുക്കുന്നു. അത് മത്സര ബുദ്ധിയല്ലേ, അത് മോശമല്ലേ കാണിക്കണം. അപ്പൊ ഞാനത് വിട്ടു. നമ്മൾ എന്തിനാ അങ്ങനെ മത്സര ബുദ്ധി, നമുക്കില്ല. പിന്നെ ഞാനത് കഴിഞ്ഞ് ഞാനൊന്ന് ഓർത്ത് ഹോട്ടലിൽ വല്ലതും പണിക്ക് വയ്ക്കാം. അങ്ങനെ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ കാണാൻ 4 ഹിന്ദിക്കാർ തൂക്കാൻ നിൽക്കുന്നു. അവന്മാർക്ക് എന്തിന്റെ കാര്യം, അങ്ങനെ ആയിരിക്കും എന്തിന്റെ കാര്യം. പിന്നെ ഞാൻ എന്നാ ഓർത്തു ഒരുത്തം പറയും കളക്ടറേറ്റിൽ ഒരു ജോലി ഉണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കാണാം ഒരു ഹിന്ദിക്കാരൻ കളക്ടർ. ഇവന്മാർ എല്ലായിടത്തും അത് തന്നെ. അങ്ങനെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ ബോംബെ പോയി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ കാണാം ഒറ്റ ഹിന്ദിക്കാരില്ല, മൊത്തം മലയാളികൾ. പണിക്ക് പോകത്തില്ലായിരുന്നു, മലയാളികൾ പണി ചെയ്യത്തില്ലെന്ന്. അപ്പൊ പിന്നെ പണി ചെയ്യത്തില്ല. നീ ഹിന്ദി പഠിച്ചോ? എവിടെ അവിടെ ചെന്ന് ഉള്ള മലയാളം മറന്നു പോയി, ഹിന്ദിയാണോട്ട് പഠിച്ചതുമില്ല. നിന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ പണി ചെയ്ത് ജീവിക്കുന്നുണ്ട്, അവരെ കണ്ടെങ്കിലും ഒന്ന് പഠിക്കടാ, അതുപോലൊക്കെ ചെയ്യാൻ നോക്കടാ. എന്നിട്ട് അച്ഛൻ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 82 അങ്ങോട്ട് നടക്കാൻ തുടങ്ങുവാങ്ങട്ടെ. അപ്പൊ ഈ 82 വയസ്സിൽ അച്ഛന്റെ പ്രായത്തിലുള്ള എത്രയോ പേര് കുഴഞ്ഞു വീണു അറ്റാക്ക് ഒന്നും മരിക്കുന്ന അച്ഛനെ അതുപോലെ ചെയ്യാമല്ലേ? അതല്ല, ഒരാൾ ചെയ്യുന്ന കണ്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊന്നും മാറ്റി പിടിക്കല്ലേ? അങ്ങനെ മാറ്റി പിടിക്കല്ലേ? എനിക്കറിയാം നീ വാടക തരാതിരിക്കാനുള്ള ചോദിക്കുന്നത്. എനിക്ക് നിങ്ങളോട് വാടക ചോദിക്കുന്നില്ല ഇതൊക്കെ, കാരണം ഞാനൊരു മനുഷ്യത്വമുള്ളവനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ്, മാനവരാശിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും മാനസിക രോഗിയും മാങ്കുച്ചി ചവച്ച് നിന്നോനുവാ. അല്ല ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരാളാണ്, മനുഷ്യ സ്നേഹമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാത്തത്. അച്ചായൻ എന്തുവായാലും അമ്മച്ചിയോട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവള് കൊല്ലും. അല്ല അച്ചായൻ പറഞ്ഞ കേൾക്കത്തില്ല, ഞാൻ പറഞ്ഞ കേൾക്കത്തൊന്നുമില്ല അവള്. അപ്പൊ പേടിയുണ്ട്, അവൾക്ക് ഭയങ്കര പേടിയാ. എന്നെ അല്ല ഞാൻ അവളെ പേടിയുണ്ടോ? അമ്മമ്മയൊക്കെ പറഞ്ഞു നിൽക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളോട് വാടക ചോദിക്കാനുണ്ട്, കാരണം എന്റെ അപ്പൻ താമസിച്ച വീടായത്. അതുകൊണ്ട് ഞാൻ വാടകയ്ക്കൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ എന്റെ അപ്പന് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നിങ്ങളെ പൈസ തരണ്ട, എന്റെ ഇച്ചിരി പൈസ ഉണ്ട്, ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാം. അത് മതി, അത് മതി. തൽക്കാലം അമ്മമ്മ പിടിച്ചു നിർത്തിയാൽ മതി, അമ്മമ്മ പിടിച്ചു നിർത്തിയാൽ മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അടിക്കുന്നോ? അടിക്കുമല്ലോ. അല്ല അടിക്കുന്ന അമ്മമ്മ പേടിയുണ്ട്, 2 അടിച്ചിട്ട് അങ്ങോട്ട് പൈസ കൊടുത്താൽ പ്രശ്നം ധൈര്യം കിട്ടും. അച്ഛാ ഒരു ധൈര്യം കിട്ടും. കുഴപ്പമില്ല, ഒരു ധൈര്യം കിട്ടും. ക്രിസ്മസിന് അവള് പിഴിഞ്ഞുണ്ടാക്കി വെച്ചാൽ അതിൽ ഇച്ചിരി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഞാൻ ക്രിസ്മസിന് എന്തോ പിഴിഞ്ഞുണ്ടാക്കി സാധനം ഇങ്ങനെ പിഴിഞ്ഞുണ്ടാക്കി വെച്ചാൽ അത് മാത്രമേ അടിക്കത്തുള്ളൂ. അതല്ല എന്റെ ചെറുപ്പകാലത്തൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ചെറിയൊരു സാധനം അടിച്ചു കഴിഞ്ഞാൽ മുടിഞ്ഞ കാല് പരിക ദേഷ്യം വരും. പിന്നെ അവളെ ഞാൻ പിടിക്കാൻ കിട്ടത്തില്ല. ഇല്ല അല്ല അച്ചായ ഒരു ധൈര്യം കിട്ടും. ഒരെണ്ണം അടിച്ചിട്ട് അങ്ങോട്ട് ചെന്നാ രസമായിരിക്കും, അതാ ഞാൻ പറയുന്നത്. അച്ചായ പ്രശ്നമില്ല, ഒരു ധൈര്യം കിട്ടും. വേണ്ട ഞാൻ അങ്ങോട്ട് പോവാ. അച്ചായ പോരുത്. എന്തുവാ കുഴപ്പമില്ല, അവിടെ ചെന്ന് മടക്കിട്ടോളൂ. അതിനൊന്നും കുഴപ്പമില്ല, നീ ഇറങ്ങി വേറെ പണിയുണ്ട്. അച്ചായ കുഴപ്പമില്ല, എന്റെ ഒരു സന്തോഷത്തിന്. അല്ല ഇല്ലടാ, ഞാനിപ്പോ അവളെ പിടിച്ച് വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തോ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, അച്ചായൻ നമ്മളോട് താമസിച്ച് പകുതി വാടക നമുക്ക് തന്നാ പോരെ? എന്റെ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് ഞാൻ പറഞ്ഞ അച്ചായൻ അടിച്ച ഒരു സന്തോഷത്തിന് അച്ഛനെ. ഇല്ല വേണ്ടടാ, എനിക്ക് അവളെ പേടിയ കാര്യം ശരിയൊക്കെ കാര്യം. അച്ഛൻ അങ്ങനെ പറഞ്ഞു അച്ഛൻ വിടല്ലേ. എനിക്ക് സത്യം പറഞ്ഞ അവളെ എനിക്ക് മനസ്സിലായി, കൊറേ തവണ ഞാൻ കേട്ടു വാടകയ്ക്ക് അങ്ങനെ പോയി വഴക്ക് പറയുന്നില്ല. അല്ല അവളെ വഴക്ക് പറയും, കാരണം ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങോട്ട് ഇറക്കാൻ നേരത്തെ അവിടെ തന്ത പറഞ്ഞായിരുന്നു അവളെ വിഷമിപ്പിക്കല്ലെന്ന് പറഞ്ഞു. എന്റെ തന്ന അതിന്റെ വായി നോക്കിയിരിക്കുവായിരുന്നു. എന്റെ തന്ന അവരെ അന്നോട്ട് പറയത്തില്ലായിരുന്നു അവളെ മോളെ വിഷമിപ്പിക്കരുത്. അവളിപ്പോ എന്നെ ഇട്ട് വിഷമിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുടിക്കത്തൊന്നുമില്ല. ഞാൻ പോയി എന്നാ വെള്ളം എടുക്കട്ടെ?
നീ തുടങ്ങിയ പരിപാടി എന്തുവാ നീ പോയി വെള്ളം അടിക്കട്ടെ അല്ല വെള്ളം നല്ല വേണമെങ്കിൽ എടുക്കട്ടെ എന്ന് ഞാൻ. എടാ കൊച്ചേ, എടാ കൊച്ചേ, വേണ്ട. അച്ഛാ ഇരിച്ചാ ചായ കൊടുക്ക്. എടാ അത് വേണ്ടാന്ന്. അച്ഛാ ചുമ്മാ ഇരിച്ചാ കള്ളു കുടിച്ച അയാൾ വിഷയമാണെന്ന് പറഞ്ഞു കേട്ടോ. കട്ടടി നീ ഒന്ന് പോടി, നീ പിന്നെ പണി നോക്കി. ഞാന് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിനെ അടിക്കത്തുള്ളൂ. ഇത്തിരി അങ്ങനെ അച്ഛാ അതിനിപ്പോ എന്തുവാ ഓർണോ വലിയ അയ്യോ അത് പറഞ്ഞപ്പോഴേ ഓർത്തു കേട്ടോ, നമ്മുടെ അപ്പച്ചിയുടെ മോളില്ലേ ഇപ്പൊ ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞേ, ആ. അവക്ക് വിശേഷമുണ്ട്. അത് ശരി. അതാ ഞാൻ പറഞ്ഞത്. ആഹാ അങ്ങനെ ഉണ്ടല്ലേ. ഞാൻ നമുക്കൊന്ന് പോണം കേട്ടോ അവിടെ. അച്ഛാ അപ്പൊ വിശേഷ ദിവസത്തെ അടിക്കത്തുള്ളൂ പറഞ്ഞ ഇപ്പൊ നിങ്ങളൊരു വിശേഷം പറഞ്ഞില്ല, അത് കേട്ടപ്പോ ഞാനും അടിച്ചു. അതല്ലേ ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. ജോൾസിനെ കണ്ട് നല്ല വിശേഷാൽ പൂജ ചെയ്ത് കഴിഞ്ഞാല് ആണോ? നമുക്ക് മാറ്റം ഉണ്ടാവും, നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറുമെന്ന്. എന്നാ കുഴപ്പം, നമുക്ക് പോണോ നമുക്ക് അവിടെ. പിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ പൂജ ഒരു വിശേഷം അടിച്ചു കയറ്റി, അതുകൊണ്ടാണ് ഞാൻ അത് അടിച്ചത്. നീ ആ ഇത് തീർക്കണ്ട കേട്ടോ. അല്ല ഞാൻ പറഞ്ഞു. അച്ഛാ പടപടയെന്ന് അച്ഛാ ചുമ്മാ അയ്യമ്മോ! പിള്ളേർ തരത്തിലടി. നീ വന്ന് വായിച്ചു നോക്കടി. വാടാ എന്റെ അപ്പനല്ല, എന്റെ അപ്പൻ ഉണ്ടാക്കിയിട്ടില്ല. നാക്കാൻ ഞാൻ പറഞ്ഞിരിക്കടാ ചോടടാ. എന്റെ ദൈവം ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഇറക്കി ഒടിയിപ്പിക്കും. വിശേഷം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നല്ല വിശേഷം. എനിക്ക് നല്ല വിശേഷം. അതാണറിയാം. നിന്റെ തൊണ്ട തൊട്ട് വയറ് മുടിക്കാൻ വയറില്ല, തൊണ്ട തൊട്ട് വയറാ. നിനക്ക് നിർത്തില്ലല്ലോ. കാഞ്ഞിരപ്പള്ളിയിൽ വളലത്തിന് വന്നപ്പോ നീ തന്നെ പറഞ്ഞത് എന്റെ അപ്പച്ചി വരാ കുഞ്ഞുമ്മ അരി അവിടെ കല്ലറെ കിടന്നപ്പോ നീ തന്നെ പറഞ്ഞ അവരോട് വാടക ചോദിച്ചു. നീ എടി പുതിയ വീടിലെ ഇത് എന്റെ അപ്പനുണ്ടാക്കിയ ഞാൻ ഇവര് പോയി കഴിഞ്ഞാൽ മരപ്പട്ടിയുടെ കൂടെ ജീവിക്കും. നിന്നോട് ഞാൻ ജീവിക്കത്തില്ല. ചോദിക്കോടെ നീ നോക്കിക്കോ. അവള് നിങ്ങളോട് ഈ പിള്ളേരെ നിങ്ങളോട് വാടക ചോദിക്കുമെന്ന് പറഞ്ഞു. എടാ നരപ്പാ, എടാ ക്രിസ്മസിന് മാത്രം വരുന്നവനെ. എടാ ക്രിസ്മസ് അപ്പൂപ്പ നിനക്ക് എന്ത് വാടക വേണ്ട, എനിക്ക് നിന്റെ അവസ്ഥ അറിയാം. നിനക്ക് ഒരെണ്ണം അടിച്ചാൽ എന്തുവാണ് ഇത്തങ്ങ് മൂപ്പെന്തോ? അടിച്ചാൽ നിനക്ക് എന്തുവാണ് ഇത്തങ്ങ് മൂപ്പെന്തോ? നീ തരണ്ട, വാടക തരണ്ട. എവിടുന്നാണോ നിനക്ക് മുടി? എവിടുന്നാണോ നിനക്ക് എവിടുന്നാണോ ഇത്? നിനക്ക് നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നീ വിട്ടേരി. എവിടുന്ന് കിട്ടിയടാ നീ? നീ മറവത്തൂർ കടലിൽ ചാണ്ടി സാറാണ് നീ. അവൻ ഇളക്കാവന്. നിന്റെ വീടെടുത്ത് കുടുങ്ങി തിന്നോടാ ഞങ്ങൾ നേരം വെളുക്കുമ്പോ. നിനക്കറിയാവോ ഇതെന്റെ മുടിയല്ല, ഞാൻ ബിവറേജ് വന്നോടത്തെ എഴുതുകയാണ്. അറിയാവോ അത്ര എത്തവനാ ഞാൻ. എത്ര ഒന്നും പറഞ്ഞത് ഇങ്ങനെ പോകാതെ കൊച്ചിനോട് വഴക്കുണ്ടാക്കാൻ നീ ഇറങ്ങണ വീട്ടിൽ നിന്ന്. നീ ഇറങ്ങണ നിങ്ങൾ താമസിച്ചു. നിങ്ങൾ വാടാ തരണ്ട. നിനക്ക് മൂപ്പം തോടാ. നിങ്ങൾ വാടാ തരണ്ട. കൊച്ചിനോട് വഴക്കുണ്ടാക്കല്ലോ. എന്താ പറയുന്നത്? എനിക്ക് വയ്യ ഈ രണ്ട് കുടിയന്മാരുടെ വഴക്കുണ്ടാക്കാൻ വാടക തരണ്ട. ഞമ്മളായിട്ടാണ് കൊളുത്തി വലിക്കാൻ. അവൻ പാവപ്പെട്ടവന്മാർക്ക് വീട് വാടക വന്നിട്ട് അവന്റെ വാടക കൊടുക്കാനാണ്. എന്തുപോലെ ഇവിടെ അച്ഛനെ ഇതുപോലായിരുന്നു. വാടക വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ച് നിർത്തിയിട്ട് ഡെയിലി 100 രൂപ മേടിക്കും. ഞാൻ നോക്കിയാൽ 3000 രൂപ അവന് മാറാൻ മേടിക്കുമായിരുന്നു. പക്ഷേ മാത്രം നിങ്ങള് എന്താ ധൈര്യം ഉണ്ടായിട്ട് ഇപ്പൊ ഈ നമ്മുടെ ഈ ഒന്നാമത്തെ വാടക വീട് ഈ പരിക്കകത്ത് കള്ളു കുടിക്കാൻ നിങ്ങൾക്ക് എന്താ ധൈര്യം ഉണ്ടായി? ആര് കള്ളു കുടിച്ചടി? ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. കള്ളം പറയരുത് കേട്ടോ. ഞാൻ വിറ്റല്ലോ. ക്ലാസ്സിനകത്ത് ഒഴിച്ച് അടിച്ചതോ? അങ്ങേർക്കും കൊടുത്ത പാവപ്പെട്ട ആ മനുഷ്യനും. എടി പൊട്ടി നിനക്ക് തലയ്ക്ക് വെളിവില്ലടി. ഇത് മദ്യം വരുന്നത്. എടി മദ്യം വരെ ഞാൻ പോയിട്ട് അടുക്കള ഇരുന്ന കട്ടൻ കാപ്പി എടുത്ത് ഒഴിഞ്ഞ ആരെങ്കിലും ഉപ്പിക്കാത്തിരുത്തോണ്ട് വന്നു. എടി വാടക കൊടുക്കാൻ ഞാൻ വിളച്ചു കൊടുത്തത്. എടി അതല്ലേ പറഞ്ഞ വാടക കൊടുക്കാൻ ഞാൻ അഭിനയിച്ചടി ഇത്ര ഞാൻ. എടി ഞാനതല്ലെന്ന് ആലോചിക്കണേ. ഞാൻ ഈ കട്ടൻ ചായ കുടിച്ച് അടിച്ചിട്ട് അഭിനയിച്ചെന്ന് വെച്ചാൽ വാടക കൊടുക്കാതിരിക്കാൻ. പക്ഷെ എന്നാലും ഈ അച്ഛൻ എങ്ങനെ ഈ കട്ടൻ ചായ കുടിച്ച് ഇത്രയും പിറ്റായെന്ന് ഞാൻ ആലോചിക്കണേ. അത് ശരിയാ. എന്റെ ദൈവമേ, അമ്മച്ചി എന്തോ ഇവിടെ വന്ന് ചോദിക്കും. ഇത് അമ്മച്ചി ചോദിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഒറിജിനൽ ഇരിപ്പുണ്ട്. അതിലൊരു 90 ഒഴിച്ച് അമ്മച്ചിക്ക് അങ്ങ് കൊടുക്കും. വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. എന്തെങ്കിലും ഒരു വിശേഷം വരാനായിട്ട് കാത്തിരിക്കുന്ന ഒരു അപ്പൂപ്പൻ അല്ലേ? ചെറിയ ഒരു ഒന്ന് കൂടാനായിട്ട്. എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചോദിക്കാം. കാര്യക്കാരിലേക്ക് പോകാം. സ്റ്റാർട്ടിംഗ് വിത്ത് ഷാജി ചേട്ടാ. മനോജ്, ശ്യാം, സുമി
ഉഗ്രൻ ടീമാണ് നിങ്ങളുടെ 3 പേരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗ്രനാണ്. ആ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. നിങ്ങൾ വന്ന് കയറി സ്റ്റേജിൽ കയറുമ്പോഴേ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ടീമാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയില്ല എത്രത്തോളം കൗണ്ടറുകളുണ്ടാവും, എത്രത്തോളം തമാശകളുണ്ടാവും എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെ ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അത്ര ചിരിച്ചിട്ടുള്ള ഗംഭീര സ്കിറ്റായിരുന്നു. ഇത് തന്നെയായിരിക്കും പ്രേക്ഷകർക്കും പറയാനുള്ളത്, ഇനി അങ്ങോട്ട് കാണുന്നവർക്കൊക്കെ. ഇടയ്ക്ക് സുമി അങ്ങോട്ട് തിരിഞ്ഞ് ചിരിക്കണുണ്ടോ എൻ്റെ ഇടയ്ക്കുള്ള എന്തൊരു സംഭവം. എനിക്ക് തോന്നുന്നത് സ്കിറ്റിലില്ലാത്തൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പറയുന്നുണ്ട്. വയറിന്റെ പ്രശ്നം, വയറ് തള്ളിയ സമയത്ത് എന്തോ കാര്യം പറഞ്ഞു. സുമി അങ്ങോട്ട് പോയിട്ട് ചിരിച്ചിട്ട് തിരിച്ചു വരണുണ്ട്. അതുപോലെ നരപ്പാന്ന് മനോജ് കുറേ സ്പീഡ് കൂടുതലായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല. പക്ഷെ അതിൻ്റെയൊക്കെ എൻ്റെ കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്കിറ്റ് കളിക്കുന്നതിലുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറയാതെ വയ്യ. അപ്പോൾ അവർക്ക് കിട്ടാതെ പോകുന്ന ചില തമാശകളോ ചിലപ്പോൾ സബ്ജക്റ്റിൻ്റെ ചില ദാരിദ്ര്യങ്ങളോ ഒക്കെ ഉണ്ടാവാനേ വഴിയുള്ളൂ. അല്ലാത്ത ഇതിൽ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഗംഭീരമാണ്. അവരൊരുമിച്ചാൽ അതിനുള്ളൊരു വലിയ റിസൾട്ട് ഉണ്ടാകും. ഗംഭീര സ്കിറ്റാണ്, അടിപൊളി, സൂപ്പറായിരുന്നു. അടിപൊളി ഗംഭീര സ്കിറ്റ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞ സാധന, ഒരൊറ്റ മാറ്ററേ ഉള്ളൂ. വാടക കൊടുക്കാൻ കൈ പൈസ ഇല്ല, അതാണ് സംഭവം. അത് കൊടുത്ത് അത് എങ്ങനെയും പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കി വിടുക. ഇതായുള്ള ത്രെഡ് എന്ന് പറയുന്ന സാധനം. ആ സാധനം ഇത്രയും നേരം പിടിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ഒരു അപാര കഴിവ് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ ആർട്ടിസ്റ്റിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് സാധനം ഇത്രയേ ഉള്ളല്ലോ, ഇത് അങ്ങനെ അവിടെ വിൽക്കുമോ എന്നൊരു തോന്നൽ നിങ്ങൾ എഴുതുമ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഇത് കളിച്ച് കയറ്റുന്നതാണ് ഇതിൻ്റെ സത്യം പറഞ്ഞ ശ്യാമ ഒരു രക്ഷയില്ലാത്ത ആളാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ശ്യാമ്. പിന്നെ മനോജിൻ്റെ ഈ ക്യാരക്ടർ നമ്മൾ കുറേ ഏറെ കണ്ടിട്ടുണ്ട്. ഈ മടിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ അത് ശ്യാമിൻ്റെ എപ്പോഴും അത് എന്താണ് ശ്യാമിൻ്റെ പറ്റുള്ളൂ. റിയൽ ആയിട്ടുള്ള ഒരു മടിയൻ കറക്റ്റ്. ആദ്യത്തെ ആ ഒരു സാധനം തന്നെ നല്ല സാധനം. ബീവറേജിൽ പോയി ക്യൂ നിന്നും ആൾക്കാർ കൊണ്ട് പൈസ തരുമ്പോൾ മുങ്ങിപ്പോകുന്ന അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവരവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും. ഇയാളെ വെയിറ്റ് ചെയ്യുമ്പോൾ മറ്റേ ആൾ അപ്പുറം ഇരുന്ന് അടിക്കുമായിരിക്കും ഇത് പൊട്ടിച്ച്. പൈസ എല്ലാം പോയിട്ടുണ്ടോ? അല്ല, ഞങ്ങളുടെ അവിടെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതേപോലെ വാങ്ങിച്ചിട്ട്. അവന് പിന്നെ കാണണമെങ്കിൽ അവന്റെ വീട്ടിൽ ചെല്ലും. അപ്പൊ അവൻ പറയും വാ മതി ഒരെണ്ണടിച്ചിട്ട് പോകും. ഇയാളുടെ പൈസക്ക് വാങ്ങിച്ച സാധനം എന്തോ കാശ് പോയിട്ട് തോന്നുന്നു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഈ മറ്റേത് ഭയങ്കര ഒബ്സർവേഷൻ ആണ്. കാരണം പരസ്പരം ആരും മുഖത്തോട്ട് നോക്കില്ല. അതെ അതെ, അതൊക്കെ ക്യൂ നിന്നവർക്ക് അത് അറിയുള്ളൂ, അറിയാൻ പറ്റും. എന്റെ സുഹൃത്തുക്കളെ പറഞ്ഞുള്ള അറിവ് എനിക്കുണ്ട്, അതറിയാം. ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് മാറി. ഇപ്പൊ ഹെൽമെറ്റ് വെച്ചോണ്ടാ പോണേ. അതെ അതല്ലേ. അല്ല ഒരൊക്കെ കൊറോണ കഴിഞ്ഞ സമയത്ത് പിന്നെ കുഴപ്പമില്ലായിരുന്നു, മാസ്ക് ഉണ്ടായിരുന്നു. എന്തായാലും കേട്ടോ ഒരു രക്ഷയില്ല. അതേപോലെ സുമി ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു. മനോജ് പിന്നെ പറയേ വേണ്ട, പിടിവിട്ടുപോയി കേട്ടോ. ചിരിച്ച് പിടിവിട്ടുപോയ ഒരു ഐറ്റം ആയിരുന്നു. മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്ത സ്കിറ്റായിരുന്നു. ഞാൻ ഒരുപാട് ചിരിച്ചു, കണ്ണിൽ കൂടെ വെള്ളം വരുന്ന രീതിയിൽ ചിരിച്ചു. അടിപൊളി. മനോജേ, സുമി, ശ്യാമേ, മതി മറന്ന് കളിച്ചു എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ. മറന്ന് കളിക്കാന്ന് പറയും. കാര്യം നമ്മൾ പണിയിൽ കള്ളത്തരമില്ല. നമ്മൾ സത്യസന്ധമായിട്ട്, അതായത് പണിയിൽ കള്ളത്തരം കാണിക്കാത്തവർക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായിട്ട് അതിനകത്ത് നീതി പുലർത്തി ചെയ്യാന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ സത്യസന്ധമായിട്ട് ചില ആൾക്കാർ ഇങ്ങനെ തുറന്ന അഭിപ്രായം പറയും. സിനിമയായാലും അതെ, നമ്മുടെ പരിപാടി കണ്ടിട്ടാണെങ്കിലും ചില ആൾക്കാർ സത്യസന്ധമായിട്ട് പറയുന്ന ഇവരെ നമ്മൾ വിമർശിക്കുകയോ ഇവരോട് നമുക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള 3 പേരെ നിങ്ങളിവിടെ തുറന്ന് കാണിച്ചാൽ ഒരു ഉഗ്രം കൈയ്യടി തരിക. കാര്യം ഉണ്ട്, ഇതൊരു മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. വാടക ഇങ്ങനെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. സുമി ആദ്യം വന്നിട്ട് സുമിയുടെ ആ രജിസ്റ്റർ ചെയ്ത കാര്യം ഭയങ്കര രസമാണ്. കാര്യം സ്വന്തം വീടല്ലല്ലോ, പിന്നെ എന്ത് വേണേൽ കാണിക്കുക. കാര്യം വാടക കൊടുക്കുന്ന ഏത് വീട് ചില ആൾക്കാർ നശിപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകണം അല്ലേ. ഈ ഇറങ്ങിപ്പോകാൻ നേരം ബൾബ് ഒരു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതിനുശേഷം പിന്നെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതായത് പിന്നെ വീട്ടിലെ അച്ഛനുമായിട്ട് കിടക്കുന്ന സമയം ഈ നിൻ്റെ വീട്ടിൽ വരുമ്പം നീ അമ്മയുടെ കൂടെ കിടന്നിട്ട് അച്ഛൻ എൻ്റെ കൂടെ വന്ന് കിടക്കും. അങ്ങനെ എല്ലാത്തിനും ഭയങ്കരമായിട്ട് കൗണ്ടറുകളുണ്ട്. ആ കൗണ്ടറുകൾ ഒരു കൃത്രിമമല്ല, നമ്മളത് ലൈഫിൽ അനുഭവിച്ച കുറേ സാധനങ്ങളിലൂടെ കടന്നു പോകുന്ന കൗണ്ടർ ഉള്ളത് കൊണ്ടാണ് അത് സ്റ്റോറിക്ക് അനുയോജ്യമായത്. അതുകൊണ്ട് നമ്മളെല്ലാം ചിരിച്ചു പോയി. അതിനുശേഷം നിങ്ങളൊന്ന് വെള്ളം അടിക്കുന്നു. വെള്ളം അടിച്ചിട്ട് കുറേ കൗണ്ടറുകൾ, എനിക്കൊന്ന് കുറേ സ്പോട്ട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെ സുമി ഒന്നും ഇത്രയും ചിരിക്കില്ല. സുമി ചിരിച്ചിരിച്ച് ഇടയ്ക്ക് പോകുന്നു. അതിനുശേഷം ഞാൻ പിടിവിട്ടു പോയത് നിങ്ങൾ തമ്മിലുള്ള വഴക്ക്. ഈ ശ്യാമ ആ വിഗ്ഗൂരി കളഞ്ഞത് അത് സ്പോട്ട് ചുമ്മാ ചെയ്തതല്ലേ ശ്യാമ? അതെ, ഞാൻ പിന്നെ ഇതിങ്ങനെ അത് നമുക്ക് മനസ്സിലായത് കാര്യം അത് സ്പോട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓരോ സാധനങ്ങളും സെക്കൻഡുകൾ വെച്ച് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആ പണിയെടുക്കുന്നതിലൊരു സത്യസന്ധത എന്ന് പറയും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അത് നിങ്ങൾ 100% നീതി പുലർത്തി ഉഗ്രം സ്കിറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. 3 പേർക്ക് ഓൾ ദ ബെസ്റ്റ്.
കിടിലൻ കമന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. കിട്ടുന്ന മാർക്സും അതുപോലെ തന്നെ കിടിലമായിരിക്കും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് നേരെ പോകാം കാര്യക്കാരിലേക്ക്. ഷാജു ചേട്ടാ, ഐറ്റം വേറയിൽ ഇതുപോലുള്ള സ്കിറ്റും ഇതുപോലുള്ള എനർജിയാണ് നമുക്ക് ആവശ്യം. ആണ് എല്ലാ സ്കിറ്റുകൾക്കും ആവശ്യം. നമ്മൾ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. അതെ അതെ. തീർച്ചയായിട്ടും ഞാനൊരു 30,000 ഞാൻ കൊടുക്കും. അടിപൊളി. 30,000. പ്രചോദേട്ടാ, ഭയങ്കര സന്തോഷം തോന്നുന്നു നിങ്ങളുടെ ഇന്നത്തെ ഈ സ്കെറ്റ് കണ്ടപ്പോൾ. അപ്പം ഞാനും കുറേ ഞാൻ 30,000 രൂപ. കിടിലം. ഇപ്പൊ തന്നെ 60,000 ആയിട്ടുണ്ട് ചേട്ടാ. ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇക്കയാണ്. ഒട്ടും താമസിക്കണ്ട ഇക്ക. അല്ല, അവിടെ ഒരു കാര്യമുണ്ട്, അത് പോരായ്മകൾ എപ്പോഴും പോരായ്മകൾ തന്നെയാ. ബിഗൂരി പോയത് പിന്നെ സുമി ചിരിച്ചോണ്ട് പോയത് റിമാർക്ക് 2 പ്രാവശ്യം ചിരിച്ചു. റിമാർക്കുകൾ എപ്പോഴും മാർക്കിലേം ബാധിക്കും. അത് പിന്നെ മനോജ് കറക്റ്റായിട്ട് വാടക മേടിച്ച് കൊടുത്തില്ല. അതെ. അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആ പാവങ്ങൾ കുറച്ച് ദിവസം കൂടെ അവിടെ താമസിച്ചോട്ടെ. തൽക്കാലം വാടക കൊടുത്ത് വിടുക. ഓക്കെ, ഇടുന്നു. അടിപൊളി. ഒരു വീട് വാങ്ങാനുള്ള ശ്യാമേ, എന്തോ ആ കട്ടങ്കാപ്പി പൊട്ടിച്ചു കൊടുക്കും. വിശേഷമല്ലേ പുള്ളി അടിക്കാൻ? പറയൂ, വിശേഷം പറയൂ മനോജേട്ടാ. ഞങ്ങൾ 2-4 ദിവസം മുമ്പേ കണ്ടന്റ് പിടിച്ചു വെക്കും. പിടിച്ചു വെച്ചിട്ട് ഇന്നലെ ശ്യാമനും സ്കിറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഇന്നലെ. അടിപൊളി. ഹാർഡ് വർക്കാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. കഷ്ടപ്പാടിന്റെ ഒരു ഫലം. ഇതിന് മുമ്പ് 1-2 പ്രാവശ്യം ചെറിയ ചെറിയ ക്ഷീണങ്ങൾ സംഭവിച്ചായിരുന്നു അല്ലേ? സംഭവിച്ചിട്ടുണ്ട്. കണ്ടന്റിന്റെ ഇതിലൊക്കെ ആകുമ്പോൾ കുറെ നമ്മൾ ആ കണ്ടന്റ് എങ്ങനെ കൊണ്ടുപോകുന്നുള്ള ഒരു വരുന്നതാണ്. പക്ഷേ ആ ഒരു സ്പിരിറ്റ് വേണം എപ്പോഴും. ദൈവം സഹായിച്ചും ഈ ഒരു പ്രോഗ്രാമാണ് നമ്മളെ സത്യം പറഞ്ഞ ഒരു അന്നമായിട്ട് നമ്മൾ കരുതുന്നത്. അപ്പം അതിന്റെ ഒരു അതിനോട് നീക്കി പുലർത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇത് വിട്ടു പോകാന്നുള്ളതേ ഉള്ള ലക്ഷ്യം. പക്ഷെ വിട്ടു പോകാനല്ല, പിടിച്ച് കയറാനാണ് ഞങ്ങൾ നോക്കുന്നത്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞങ്ങളുടെ ഒരു പ്രാർത്ഥന, ഞങ്ങൾ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. അല്ല, അടിപൊളി. ചേച്ചി, മനോഹരൻ പറഞ്ഞതുപോലെ ഉറക്കം ഇതിൻ്റെ ഒരു നമ്മുടെ തൊഴിലിനോടൊപ്പം നമ്മൾ ഉറക്കമൊക്കെ മാറ്റി വെക്കണമല്ലോ. പിന്നെ എനിക്കിവർ എപ്പോഴും ഒരു കൺസിഡറേഷൻ തരാറുണ്ട്. അത് ഇന്നലെയും കിട്ടി. പിന്നെ ശ്യാംചാൻ്റെ ഒക്കെ സ്കിറ്റ് കളിക്കുമ്പോൾ ഫ്രീ ആയിട്ട് എപ്പോഴും ചെയ്യുന്നത്. പിന്നെ എന്നോട് പറയും, ഇവരെന്തെങ്കിലും പറഞ്ഞ് നിർത്തിയതിന് ശേഷം ഒരു 2 സെക്കൻഡ് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാവുള്ളൂ. അത് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഡയലോഗ് ആണെങ്കിലും വേറെ എന്തും ആണെങ്കിലും അങ്ങനെയൊക്കെ എന്തോ നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്. പിന്നെ ചില സ്കിറ്റുകൾ വീണു പോകുമ്പം സങ്കടം തോന്നാറുണ്ട്. പക്ഷേ പ്രാക്ടീസും അതുപോലെ ഞങ്ങളുടെ ഇതിലൊന്നും ഞങ്ങൾ ഇതുവരെ മായം കലർത്തിയിട്ടുള്ളതാണ് ഇല്ലെന്നാണ് സത്യം. ഇത് ഇപ്പം നല്ല മാർക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ പറയൂ. ഇപ്പം മനോജ് പറഞ്ഞ പോലെ നമ്മളിവിടെ കയറിയിട്ട് എന്തെങ്കിലും കാണിച്ചു വെക്കാം, അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് പോട്ടെന്ന് ഓർത്ത് ഇതുവരെ ഭഗവാൻ നമ്മൾ ആ സ്റ്റെപ്പ് കയറിയിട്ട് വന്നിട്ടില്ല. അത് ഇതിൻ്റെ കാരണം നമ്മളിതുകൊണ്ട് ജീവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് പുറത്ത് ആയാലും ഇപ്പോൾ വിദേശ പരിപാടിക്കായാലും ഒക്കെ വിളിക്കുന്നത്, നമ്മുടെ ഒരു വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് വിളിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ കണ്ടിട്ടുള്ള അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു സ്കിറ്റ് മോശമാകുമ്പോൾ ഇവിടുത്തെ ഒരു മറ്റുള്ള സാങ്കേതിക പ്രശ്നങ്ങളിൽ ഉപരി നമ്മളെ ഭയങ്കരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിള്ളേരെ നോക്കണം, കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ തൊഴിലാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതിൻ്റെ ഫലം ദൈവം തമ്പുരാൻ തന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചിലത് മനഃപൂർവ്വം ഒരിക്കലും ഒരു കലാകാരൻ നമ്മൾ മനഃപൂർവ്വം ഒരെണ്ണം നശിപ്പിച്ചേക്കാന്നും പറഞ്ഞൊരു മൈൻഡിൽ അങ്ങനെ കയറില്ല. ചില എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ കൊണ്ടൊക്കെ ആവാം അങ്ങനെയൊക്കെ പറ്റിപ്പോകുന്ന മനഃപൂർവ്വം അല്ല. പിന്നെ നമ്മൾ ഈ കളിക്കുന്ന എല്ലാവരുമായിട്ട് ഞാൻ വളരെ എൻജോയ് ചെയ്ത് കളിക്കുന്ന ആളാണ്. അപ്പോൾ എന്നോട് സുമിയൊക്കെ ആരും ചോദിക്കും, ഇതെന്തോട് ടെൻഷൻ ഇല്ലാത്ത എന്തോ ചേട്ടാന്ന് ചോദിക്കും. ഞാൻ ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, ആവശ്യം പോലെ ടെൻഷൻ നമുക്ക് വേറെ ഉണ്ടല്ലോ. അപ്പം നമ്മളിവിടെ കയറി ടെൻഷൻ അടിച്ച് ഉള്ളതും കൂടെ കളയണ്ട. പിന്നെ ആ ഫ്രീ ആയിട്ട് ഞാൻ കളിച്ചാൽ എന്തെങ്കിലും അതൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ സ്പോർട്ടിലൊക്കെ പറയാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവരും അവരുടെ സപ്പോർട്ടും നല്ലതാ. എല്ലാവരും അതുകൊണ്ട് സന്തോഷം. ആ ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതിന്റെ ആയിരിക്കും നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര ഒരു എനർജിയാണ്, ചിരിക്കാൻ കുറച്ചും കൂടെ ഒരു ബൂസ്റ്റ് ആണ്. എന്തായാലും ഗോൾഡൻ പഞ്ച് നേടിയിരിക്കുകയാണ്. 1,30,000 രൂപയുടെ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഒരുപാട് ഗോൾഡൻ പഞ്ചസ് നേടാൻ സാധിക്കട്ടെ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിൽ ഇനി അടുത്തതായിട്ട് സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ പോകുന്നത് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം ചെയ്യുന്ന മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമാരും അനുകരിക്കാത്ത ശബ്ദങ്ങളാണ് അദ്ദേഹം ഇവിടെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒരുപാടധികം വേദികളിൽ പെർഫോം ചെയ്തിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അനു മൂവാറ്റുപുഴ.
വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. താങ്ക് യു. അതെ, നമസ്കാരം. നമസ്കാരം. ഓക്കെ, കോമഡി ഉത്സവം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. അതെ. പക്ഷേ ഐറ്റം വേറയിൽ നമ്മൾ ആദ്യമായിട്ടാണ് അല്ലേ? അതെ, ഐറ്റം വേറയിൽ ആദ്യമാണ്. എന്താണ് പുതിയത് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്? പുതിയത് എന്ന് പറയാം, ഒന്ന് പൊടി തട്ടി മിനുക്കി എടുത്തേക്കണ കുറച്ച് സംഭവങ്ങൾ. ഓക്കെ. അപ്പൊ പഴയതാ അല്ലേ? അപ്പൊ പഴയതിന് പുതുമയുണ്ടല്ലോ എപ്പോഴും. പക്ഷേ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയേ. പക്ഷെ പെർഫെക്ഷൻ 100 അയ്യോ, ഞാൻ വെയിറ്റ് ചെയ്യാണ്ട് എന്നെ കാണാൻ. ഓക്കെ. ഓക്കെ. അപ്പൊ മീനാക്ഷി, നമ്മുടെ ഈ ഐറ്റം വേറയുടെ ഈ ഫ്ലോറിൽ മീനാക്ഷിക്ക് ഒരു ദിവസം വരാൻ പറ്റിയില്ല. അങ്ങനൊന്നും പറ്റത്തില്ല, ഞാൻ എല്ലാ ദിവസം വരാറുണ്ട്. അല്ല, അത് അഥവാ വരാൻ പറ്റിയില്ല എന്തെങ്കിലും അർജന്റ് ആയിട്ട്. ഓക്കെ. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്കൊരു ആങ്കറെ വേണം. അപ്പൊ ഡയറക്ടർ വിളിച്ചു, നമുക്ക് അത്യാവശ്യം ഒരു ആങ്കറെ വേണമെന്ന് പറഞ്ഞു. കേൾക്കുമ്പോ തന്നെ ഒരു വേദന, എന്നാലും അല്ല, നമുക്ക് ലേഡീസ് ആങ്കർ വേണ്ട. എന്നാ ഓക്കെ. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റിയത് മലയാള സിനിമയിൽ നല്ല ഗാംഭീര്യ ശബ്ദവും നല്ല പേഴ്സണാലിറ്റിയും ഒക്കെ ഉള്ള ചെറുപ്പക്കാരനൊക്കെ ആയിട്ടുള്ള ഒരു താരമുണ്ട്. ആരാത്? നമ്മുടെ മിമിക്രിയിൽ നിന്ന് തന്നെ എത്തിയ ഒരു താരമാണ്. ഓക്കെ. കലാഭവൻ നാരായണൻ കുട്ടിച്ചാട്ടൻ. നാരായണൻ കുട്ടിച്ചാട്ടൻ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. അപ്പൊ ഞാൻ ലീവാണ്, ഞാനങ്ങ് മാറി. ഓക്കെ, കുറച്ചു നേരം മാറി. ഹലോ, ഹലോ. ഐറ്റം വരെ പരിപാടി 7-ാം ദിവസം ആരംഭിക്കാണ്. എൻ്റെ പൊന്നു വേണേ കുറച്ച് എക്കോ ഇട്ട്. അർജുന വേണ്ട എക്കോ വേണ്ട. പൊടി കഴിഞ്ഞ് ജെറ്റിയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ പരിപാടിയുള്ള കാര്യം ഈ അർജുനനെ വിളിച്ചു പറഞ്ഞത്. തെറ്റിദ്ധരിക്കണ്ട, പോട്ട് തെറ്റിന്ന ഉദ്ദേശിച്ച. അപ്പം ഞാൻ വന്നു, ഇവിടെ പരിപാടി ചെയ്യാൻ പോവാണ്. നമ്മുടെ കാര്യക്കാരായിട്ടിരിക്കുന്നവരെ ക്ഷണിക്കണ്ടേ? നസീറേ, എന്നൊരു സുഖല്ലേ? എന്തോരും പരിപാടി ചെയ്തിട്ടുണ്ട് ഇവരൊക്കെയായിട്ട്. ആര് ഭയങ്കര കോമഡിയാ, ഇരിപ്പിച്ച് കൊല്ലില്ല നമ്മളെ. പരിപാടിയില്ല ഇവിടെ ഉക്കില്ല, ഒരുപാട് പരിപാടി തരാന്നൊക്കെ പറയും. ഇവിടെ തന്നിട്ടില്ല, തന്നിട്ടില്ല. പിന്നെ ആ താടി വെച്ച മോഹൻലാൽ, സോറി ഷാനു, അവനിട്ടില്ല. ഇതുപോലെ തന്നെ പരിപാടി തരാൻ പറയും. അല്ല ശരിയല്ലേ? എന്തായാലും പരിപാടി ഗംഭീരമാവട്ടെ. ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻസിനും എൻ്റെ എല്ലാവരും ആശംസകളും ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് ഈ തീ എന്ന് കടത്താൻ വേണ്ടി. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അടിപൊളി. നമ്മുടെ മിമിക്രിയിൽ നാരായണ കുട്ടിച്ചേട്ടൻ ആങ്കറിങ്ങിന് വന്നു. ഇവിടെ നാദിർഷിക്ക ജഡ്ജായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? നമ്മുടെ പ്രിയപ്പെട്ട നാദിർഷിക്ക. അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ നാദിർഷയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ, അതുപോലെ പ്രചോദ്, അതുപോലെ നസീർ, ഷാനു, എന്തുണ്ട്? സുഖല്ലേ? അപ്പം ഞങ്ങളൊക്കെ ഒരുപാട് ഷോകൾക്ക് ഇങ്ങനെ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി മിമിക്രി ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യും. അപ്പോൾ എൻ്റെ പാട്ടാണ് അതിൽ ഏറ്റവും പ്രധാനമുള്ളൊരു സംഭവം അല്ലല്ലോ? ശരിയല്ലേ? അപ്പോൾ എൻ്റെ ഒരു പാരഡി, പ്രിയപ്പെട്ട ദാസേട്ടനെ പറ്റി ഞാനൊരു പാരഡി പാടിയുണ്ടായി. അപ്പോൾ ഈ ദാസേട്ടൻ്റെ ആ പാട്ട് ഞാൻ നമ്മുടെ മാർക്കോസ് തിയേറ്ററിലേക്ക് ഒന്ന് കൊണ്ടുപോവാണ്. ഞാനൊന്ന് അനുകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. കുഴപ്പമുണ്ടാ? ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. ഗാനഗന്ധർവാഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതില് തേന്മഴയായിടും. ഗാനഗന്ധർവാഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതില് തേന്മഴയായിടും. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. നമ്മുടെ പ്രിയപ്പെട്ട നസീറയ്ക്ക് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വിട്ടുപിരിഞ്ഞുപോയ കുറച്ച് താരങ്ങളുണ്ട്. ഞാൻ മൂവാറ്റുപുഴക്കാരനാണ്. മൂവാറ്റുപുഴയിൽ തന്നെ 2 പ്രഗത്ഭരായ താരങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറുള്ള ആളാണ് സാഗർ ഷിയാസ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സാഗർ ഷിയാസ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നാദർഷിയുടെ
ഒരു 2 വരി പാരടി നിങ്ങൾക്ക് വേണ്ടി. ശബ്ദം എൻ്റെ കിണറിനടിയിൽ ഇടയ്ക്കിടയ്ക്കൊരു തിരയിളക്കങ്ങൾ. വാട്ട് ഈസ് ഇളക്കം? അതുപോലെ തന്നെ മിമിക്രിയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ താരം, ഞാനൊക്കെ അനുകരിച്ചു വന്നത് അദ്ദേഹത്തിൻ്റെ ഒക്കെ പഴയ ഓഡിയോ കാസറ്റുകൾ, ഇവരെല്ലാം ഉള്ള ഓഡിയോ കാസറ്റുകളുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ അബീക്കയുടെ കാസറ്റുകൾ ഇറങ്ങുമായിരുന്നു. അപ്പോൾ അബീക്കയുടെ ശബ്ദം നനയിരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മോചക്കാരൻ അബീക്ക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളെ അബിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ മാർഷക്കാർക്ക് ഓരോ പ്രത്യേകതയുണ്ട്. കണ്ടാർന്നോ പക്ഷേ കേട്ടാർന്നോ എന്നൊക്കെ പറയുള്ളൂ. ഞങ്ങൾ ഈ ഓട്ഷ എന്ന് പറയില്ല, ഓട്ഷ, മനസ്സിലായ? അപ്പോൾ ഐറ്റം പറയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. ഓ അടിപൊളി, സൂപ്പർ. ഇതുപോലെ അബീക്കയാണ് ആമിനത്താത്തയുടെ ഒക്കെ ഫിഗർ ഏറ്റവും ആദ്യം കൊണ്ടുവന്ന് വേദികളിലൊക്കെ ശ്രദ്ധേയമാക്കിയത്. ഈ അബീക്കയുടെ പിന്നെ ഉള്ള ഒരു തലമുറക്കാരനായിട്ട് വന്ന ഒരു ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട സാജു കുടിയൻ ചേട്ടൻ. അപ്പോൾ സാജു കുടിയൻ ചേട്ടൻ്റെ ശബ്ദം. എല്ലാവർക്കും നമസ്കാരം, സാജു കുടിയനാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പെണ്ണുമ്പിള്ളേൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ഈ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് തന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വാജ്പേയി സാറിൻ്റെ ഒരു ഫിഗർ ഉണ്ട് പറയാറുണ്ട്. ശരിയല്ല, ഒരു ഫിഗറില്ല ശരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താണ് ഞാനൊരു കാറ് വാങ്ങിയതും ഷാനോ ഒരു വീടൊക്കെ വെച്ചതും അങ്ങനെയാ. പിന്നെ ഇമാരൊക്കെ വലിയ ഉള്ളികളായി പോയി, നമ്മളത് വിളിക്കില്ലാതെ. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ പഴയകാല നമ്മുടെ താരങ്ങൾ, മിമിക്രി താരങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഉള്ളതിൽ തിളങ്ങി നിൽക്കുന്നൊരു യുവ താരമുണ്ട്, നമ്മുടെ പ്രിയങ്കരനായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നമ്മുടെ കട്ടപ്പനയിലെ കൃതിരോഷൻ. ശരിക്കും പറഞ്ഞാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഒക്കെ കട്ടപ്പനയിലെ കൃതിരോഷൻ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത് പെരുമ്പാവൂരുമായിട്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു കേട്ടാർന്ന ഒരു സ്ലാഗ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കട്ടപ്പനയിലെ കൃതിരോഷനിലെ അദ്ദേഹം ചെയ്ത ഒരു ഡയലോഗാണ്, കണ്ണി കണ്ട പെമ്പിള്ളാരൊക്കെ ഏത് പാതിരാത്രി വിളിച്ചാലും നിനക്കൊക്കെ സൊള്ളാൻ സമയമുണ്ട്. അപ്പോൾ 2 വാക്ക് സംസാരിക്കാൻ പറ്റില്ല. സ്വന്തം അമ്മ വിളിച്ചാൽ വിഷമവും പരാതിയും ദേഷ്യവും. എന്തിനാണ് ആസപ്പ ഇങ്ങനെ അമ്മ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണേ? അമ്മയെന്നൊന്ന് വിളിച്ചു കഴിയുമ്പോൾ ആ വിളി കേൾക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടമാണ്. എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല. നീ എൻ്റെ അമ്മയോട് ചൂടാകാനുള്ള ആസപ്പ. ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സിദ്ദിഖ് ഇപ്പോൾ ദൃശ്യം 1 ഇറങ്ങി, 2 ഇറങ്ങി, ഇപ്പോൾ 3 ഇറങ്ങാൻ പോവുകയാണ്. ദൃശ്യം 1 അദ്ദേഹം ചെയ്ത നല്ലൊരു ക്ലൈമാക്സ് ഡയലോഗുണ്ട്. അപ്പോൾ സിദ്ദിഖ്, അമേരിക്കയിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരുൺ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് അറിയണം തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബെല്ലുകളുമെല്ലാം അവൻ്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത്. ആ പ്രതീക്ഷയും നിരാശയൊക്കെ താങ്ങാനാവുന്നതുകൊണ്ട് ചോദിച്ചു പോവുക. ഞങ്ങളിനിയും അവന് വേണ്ടി കാത്തിരിക്കണോ? ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാവില്ലെന്ന്. എനിക്ക് മനസ്സിലാവും. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. ശബ്ദത്തില് ആ ഒരു കിതപ്പ്, ഒരു ഗ്യാസ്പിംഗ് ഇല്ല, ഒരു തേങ്ങല്, അതുപോലും കറക്റ്റ് ആയിട്ട് അടിപൊളി. അതുപോലെ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും ഹിറ്റായ സിനിമയാണ് തുടരും സിനിമ. ഈ തുടരും സിനിമയിലെ പ്രകാശ് വർമ്മ ചെയ്ത ആ കഥാപാത്രം ഒരുപക്ഷെ പ്രകാശ് വർമ്മയ്ക്ക് പകരം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് പകരം നമ്മുടെ പ്രിയപ്പെട്ട ലാലു ലക്സേട്ടനായിരുന്നു ആ ഡയലോഗ് പറഞ്ഞ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നു? ജോർജ് സാറിന്റെ കഥാപാത്രമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലു ലക്സേ. 36 വർഷമായടാ ബെൻസേ ഞാൻ പോലീസില്. അതിനിടയിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ആയിട്ട് പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി DYSPയുടെ മെഡലും വാങ്ങി ഞാൻ ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഈ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെയാടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? എന്നെയോ? എടാ, ഈ ജോർജ് സാർ നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഈ ജോർജ് സാർ നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടേ. ഈ ജോർജ് സാറിന് നീ ഇനിയും കുറെ അറിയാനുണ്ട്. നീയാ അടുത്തത് എനിക്ക് നമ്മുടെ നവാസിക്ക വളരെ ഇഷ്ടമുള്ളൊരു
താരമാണ് നമ്മുടെ മിമിക്രിയിൽ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹം വേദിയിൽ പാടി നല്ല മനോഹരമായി പാടി വെച്ചേക്കുന്ന ഒരു പാട്ടുണ്ട്. അത് രണ്ടുപേരെയും ജസ്റ്റ് ഒന്ന് പാടുകയാണ്. ഇളം മഞ്ഞും കുളിരുമായി എന്നുള്ളൊരു ഗാനം നവാസുക്കയുടെ ആ ഒരു മനസ്സിലോർത്തുകൊണ്ട് ഒരു രണ്ടുപേരും മാത്രം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേലതൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേലതൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം. ഗംഭീരം അമ്പോ. അനുരക്ഷയിലാണ് കേട്ടോ. പ്രത്യേകിച്ച് നവാസിന്റെ ഞാൻ ഇങ്ങനെ അനുകരിച്ച് ഞാൻ കേട്ടിട്ടില്ല. പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഒരു ഭയങ്കരമായ ഫീൽ. അതേപോലെ മിമിക്രിയിലെ തന്നെ കുറെ പേരുടെ ചെയ്തില്ല. നമ്മുടെ സാജു കൊടിയന്റെ ഒക്കെ അങ്ങനെ ഇങ്ങനെ ആരും പറഞ്ഞു കേട്ടില്ല അവനല്ലാതെ. അത് ഗംഭീരമായിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ കിളി പോയത് നാദിഷക്ക ശരിയല്ലടാന്നൊക്കെ ചോദിക്കുമ്പോഴേ എന്തോ നമുക്കിടയിലുള്ള ആളുകളല്ലേ എന്നും നമ്മൾ പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ. ബിക്കെ ഒക്കെ നമുക്ക് ഓർക്കാനുള്ളൊരു അവസരം. ഷിയാസിക്ക അല്ലെ? ഷിയാസിക്ക പിന്നെ നാരായണൻകുട്ടി ചേട്ടൻ ഒരു രക്ഷയില്ല. താങ്ക് യു. അത് ചേട്ടന്റെ ഈ ഒരു ത്രോട്ടിൽ നിന്ന് തന്നെ പല ബാസിലുള്ള സൗണ്ടുള്ള ആൾക്കാരെയാണ് ചേട്ടൻ ഇമിറ്റേറ്റ് ചെയ്തത്. അതിനൊരു വലിയ കയ്യടി, അതും ഇത്ര പെർഫെക്ഷനോട് കൂടിയിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ചേട്ടാ വേദിയിൽ വന്നതിലും ഇത്രയും സ്റ്റാർസിനെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്ത് തന്നതിലും അതിന് പുറമെ നല്ലൊരു ഗാനം നമുക്ക് വേണ്ടിയിട്ട് ആലപിച്ചതിനും. താങ്ക് യു. ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു താരത്തെ കൂടി ഒരു ഫിഗർ ജസ്റ്റ് പിടിയുന്നത് ചെയ്യാം. ഞാനൊക്കെ ഇവരൊക്കെ കണ്ടാ ഞാനൊക്കെ മിമിക്രി പഠിച്ചേക്കണം. അല്ലാണ്ട് വേറെ ഒരു സിനിമാ താരത്തെ കണ്ടാൽ അനുകരിക്കാറില്ല. പ്രചോദേട്ടൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ നസീർക്കയുടെ കോമഡികൾ, ഷൈജൻ്റെ ലാലേട്ടൻ്റെ ഒക്കെ അങ്ങനെയുള്ള അനുകരണങ്ങൾ, മിമിക്സ് ആക്ഷൻ 500 ഒക്കെ ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അതിൽ ഞാൻ കൂടുതലും ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അബീക്കയും പിന്നെ കോട്ടയം നസീർക്കയാണ്. അപ്പോൾ കോട്ടയം നസീർക്ക വേദികളിൽ ചെയ്യാറുള്ള ഒരു ചെറിയ ഫിഗർ ഞാൻ സ്റ്റേജിൽ ചെയ്യാറില്ലാണ്. ഇപ്പോൾ എൻ്റെ ഈ ഉള്ള കോസ്റ്റ്യൂം വെച്ചിട്ട് ഏതെങ്കിലും ഒരു താരത്തിൻ്റെ രൂപം തോന്നുന്നുണ്ടോ? നസീർക്കയുടെ ഉണ്ട്, പിന്നെ ഒരു സിംഗർ ഉണ്ട്. ഞാൻ ആ ഫിഗർ ചെയ്യാറുണ്ട്. സുദീപ് കുമാർ ആയിരിക്കും. അപ്പോൾ ഞാനൊരു കുറച്ച് സമയം കൊണ്ട് ഒരു മാറി വന്നിട്ട് ഈ കണ്ണടയിൽ നിന്ന് പിടിക്കാവോ? കളയരുത്, പവർ ഗ്ലാസ് ആണ്. എനിക്ക് തിരിച്ചു പോകാനുള്ള എനിക്ക് വഴി അറിയാൻ പാടില്ല. കളയത്തില്ല. അപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയങ്കരനായ മലയാള സിനിമയ്ക്ക് നിർത്താൻ പറ്റാത്തൊരു വിടവ് ഉണ്ടാക്കി തന്ന ഒരു താരമാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫ. കാപ്പെടുക്കത്തെ കാശ ആസറത്തിൽ പേടിക്കണം. കീഴിക്കള്ളപ്പല്ല പപ്പണ്ട് ഏത് കള്ളപ്പത്തല്ല ആസപ്പെടുക്കണ്ട. ആസറ പേരേട്ടാ നീ വെറുതെ കിടക്കും. ആസറ ഈ ഐറ്റം പേരുണ്ടല്ലോ സൂപ്പർ പരിപാടിയാ. ഇരിക്കണമാരുണ്ടല്ലോ അതില് സൂപ്പറാ. അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും. ആസറ പൊക്കട്ടെ. അതെ പോയി കൊടുത്തു. അടിപൊളി ചേട്ടാ, കിടിലം. അപ്പൊ ഒരുപാട് സന്തോഷം ചേട്ടാ, ഇരട്ടി സന്തോഷം നമുക്കും. അപ്പൊ ആദ്യമായിട്ടാണ് ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ വരുന്നത് എന്നല്ലേ പറഞ്ഞത്? ഇനിയും വരണം കേട്ടോ. തീർച്ചയായിട്ടും വരും. അത്ര നല്ല പ്രോഗ്രാമാണ്. നമ്മുടെ ചാനൽ റേറ്റിംഗിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രോഗ്രാമാണ് ഐറ്റം വേറെ. അപ്പൊ ഇതിന് എല്ലാവിധ ആശംസകളും. ഇന്നത്തെ ഈ എപ്പിസോഡിലെ എല്ലാ ചിരികളും എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചിരി വിശേഷങ്ങളും ഒരുപാടധികം സ്കിറ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ.